ഇതുപോലെ തന്നെ പ്രവാസ ലോകത്ത് ടിക്ടോക്ക് കഴിഞ്ഞിട്ട് എന്തോ ഉള്ളൂ. അങ്ങനെ ടിക്ടോക്കിൽ 2 മില്യൺ അടിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. വേറെ ആരുമല്ല, ബിജി TS ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. ബിജി, നമസ്കാരം, വെൽക്കം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പേരണ സതി എന്തൊക്കെ ആഭാസത്രങ്ങളാണ് വിളിച്ചു പറയുന്നതെന്ന് വല്ലപ്പോഴും ഓർക്കാറുണ്ടോ? അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിനക്കിത് എന്തിന്റെ സൂക്കേടാണ്? കഷ്ടപ്പെട്ട് ജീവിക്കണ ഒരു പെൺകൊച്ചാണ് അവള്. എന്തൊക്കെ ആഭാസത്രങ്ങളാണ് വിളിച്ചു പറയുന്നതെന്ന് വല്ലപ്പോഴും ഓർക്കാറുണ്ടോ? അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? നമ്മൾ ദുബായിൽ ചെന്ന് കഴിഞ്ഞാൽ സ്പാ ചെയ്യണം, അല്ലെങ്കിൽ തായ്ലൻഡ് ചെന്ന് കഴിഞ്ഞാൽ സ്പാ ചെയ്യുന്നത് എന്തിനാന്നുള്ള എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. നമ്മൾ ദുബായിൽ ചെന്ന് കഴിഞ്ഞാൽ സ്പാ ചെയ്യണം, അല്ലെങ്കിൽ തായ്ലൻഡ് ചെന്ന് കഴിഞ്ഞാൽ സ്പാ ചെയ്യുന്നത് എന്തിനാന്നുള്ള എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. സ്വർഗത്തിൽ കിടന്ന് അർമാദിക്കായിരിക്കും. സീസൺ അജ്മാൻ എനിക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ഞാൻ അവരെ വണ്ടി പോയി ഡയറക്റ്റ് മേടിച്ച് കുടിക്കും. അവിടെയുള്ള ഓഫർ കിട്ടുക. നമ്മുടെ സ്വന്തം ബാറിന് എടുത്ത് കുടിച്ചാൽ നമുക്ക് അവിടെ നഷ്ടമല്ലേ വരിക. ഒരു പ്രത്യേക ജീവിതല്ലേ. ഓസിന് കുടിക്കാനാണ് താല്പര്യം. ഓസിന് കുടിക്കാനൊന്നല്ല, എനിക്ക് ഇഷ്ടത്തോടെ കൊണ്ടുവന്നിരുന്നു. കണ്ട ഈ വണ്ടിയിലെ പെട്രോൾ വരെ കുടിച്ചു തീർക്കൂടാ. ഒരു കുപ്പി കാണിച്ചാൽ അപ്പൊ തന്നെ ബാനാവും. പിന്നെ അതിന്റെ കൈയും കൊണ്ട് ഇങ്ങനെ ചുണ്ടും കൊണ്ട് ഇങ്ങനെ കടിച്ചാലും ബാനാവും. ഓ ചേച്ചി ഒരിച്ചര കുഴപ്പാ. അത് അച്ഛൻ എങ്ങനെ മനസ്സിലായി? മോങ്ങണ്ടറിഞ്ഞൂടി നാട്ടുകാർ കയറി കളൗട്ട് ചെയ്യുന്നുണ്ട്. കണ്ടന്റ് കാണിച്ചാൽ അപ്പൊ ബാനാവും. അപ്പൊ പിന്നെ എന്തിനാ അത് കാണിക്കുന്നത്? അല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ആൾക്കാരെ കരം കൊള്ളിക്കണമല്ലോ. ഏത് പൈസ വേണ്ടത് രക്ഷസിന്? ഞാൻ വണ്ണമുള്ള ആളാണ്, മാറിടം കുറിച്ചുള്ള ആളാണ്. അപ്പൊ എന്തായാലും ഇറക്കി തേക്കണം. കുറച്ചങ്ങോട്ട് കയറ്റി തയ്ച്ചു കഴിഞ്ഞാൽ ഇടാറില്ല. ഇനിയിപ്പോ കയറ്റി ഇട്ടിട്ടും കാര്യമൊന്നുമില്ല. സത്യത്തിലാ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആ ചേച്ചി പണ്ടൊന്നും മതിരാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി ഈ അടി പിടി വെടി, ഇതാണല്ലോ സിനിമ. ഏതൊരു വീഡിയോയില് ചുക്കാമണി ചെറുതാണ്, അവൻ പോരാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് തള്ളാണോ? അല്ല, സത്യാണ്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്നിട്ട് ചേച്ചി ഇവിടെ വടക്ക് തുളയിട്ടോണ്ട് നിൽക്കണ. എന്തെങ്കിലും ചാൻസ് കിട്ടുമെന്ന് നോക്കാറുന്നില്ലേ? അവന്റെ കൂടെ കിടന്നോണ്ടല്ലേ കണ്ടിന്യൂസ് ആയിട്ട് അവൻ തന്നെ അവർക്ക് ഗിഫ്റ്റ് അടിച്ചു കൊടുക്കും. അതായത് കൂടെ കിടന്നു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാനും കിടക്കാം. ഞാൻ എന്റെ വീട്ടിൽ പോയി കിടക്കുന്ന കാര്യ പറഞ്ഞത്. മറ്റുള്ളവരുടെ മാസ്റ്റർബേറ്റ് കൊടുക്കുന്ന തെറ്റ്, അതും തെറ്റാവുന്ന തെറ്റാണോ? എന്റെ ഐറ്റം ഫ്ലൂട്ടാ. പട്ടാളത്തിലെ സായാഹ്നങ്ങൾ ക്ഷീണിച്ചു വരുന്ന പട്ടാളക്കാർക്ക് ഞാൻ ഫ്ലൂട്ട് വായിച്ചു കൊടുക്കുമായിരുന്നു. മറ്റുള്ളവരുടെ മാസ്റ്റർബേറ്റ് കൊടുക്കുന്ന തെറ്റ്, അതും തെറ്റാവുന്ന തെറ്റാണോ? ഭവാനി ഒന്ന് മനസ്സിലാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. എനിക്ക് തോന്നല് മാത്രമല്ലേ പിടിക്കുള്ളൂ. അത് പല ആൾക്കാരായില്ലേ, പല പുരുഷന്മാരായില്ലേ. എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ആരെങ്കിലും കണ്ട അസലാവും. പിടിക്കുന്നുള്ളൂ. എനിക്ക് തോന്നല് മാത്രമല്ലേ പിടിക്കുള്ളൂ. അത് പല ആൾക്കാരായില്ലേ, പല പുരുഷന്മാരായില്ലേ. കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. അവിടെ ഇവിടെ പിടിച്ചു കൊടുക്കുന്ന സൂചിപ്പിച്ചുള്ളതാണ് എന്റെ മെയിൻ പരിപാടി. സകല ആഗ്രഹങ്ങളെയും പിടിച്ചുകെട്ടി പൊട്ടാത്ത ചട്ടി പോലെ സൂക്ഷിക്കുന്ന നിന്റെ ഈ ശരീരത്തിന് ഒരാണിന്റെ ചൂട് വേണമെന്ന് മോഹമില്ലേ? അവിടെ ഇവിടെ പിടിച്ചു കൊടുക്കുന്ന സൂചിപ്പിച്ചുള്ളതാണ് എന്റെ മെയിൻ പരിപാടി. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. ചെറിയ ചെക്കന്മാർക്ക് വലിയ അമ്മച്ചിമാരെ മതിയല്ലോ, മനസ്സിലായോ? വല്ലബേട്ട, ഇതൊന്ന് പൊക്കി തരുമോ? നിനക്ക് പൊക്കി തന്നില്ലേ പിന്നെ ആർക്കാ പൊക്കി കൊടുക്ക? സുഖം തന്നെയല്ലേ? Hey, one more please. Oh, no, please. Hey, come on, Charlie.